എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിജിത്ത് പോലോള. ഞാൻ ഇന്നുള്ളത് അങ്കമാലിയിലുള്ള എഡ്ലെക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിലാണ്. ഇവിടെ നടക്കുന്ന ബേക്ക് എക്സ്പോ 2023 വിശദ വിവരങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. പുതിയതായി വലിയ തോതിൽ ഒരു ബേക്കറി ആരംഭിക്കുന്നവർക്കോ അതുപോലെ വീട്ടിൽ ഒരു ചെറിയ സംരംഭം എന്ന രീതിയിൽ ആഗ്രഹിക്കുന്ന വീട്ടമ്മമാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന ഒന്നാണ് ഈ എക്സ്പോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു എക്സ്പോ ഒക്ടോബർ 13, 14, 15 തീയതികളിലാണ് നടക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വീഡിയോ കണ്ടിഷ്ടമായാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യണം. ഈ എക്സ്പോയുടെ വിശദ വിവരങ്ങളുമായി ഇതിന്റെ കോർഡിനേറ്റേഴ്സ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാറേ നമസ്കാരമുണ്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിനെ കുറിച്ചൊന്ന് കൃത്യമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. EP നായർ, ബേക്കേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ്. 13, 14, 15 3 ദിവസങ്ങളായിട്ടാണ് നടക്കുന്നത്. ബേക്കറി വ്യവസായത്തിന് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും എല്ലാ റാ മെറ്റീരിയൽസിലും ഷോക്കേസ് ആയാലും എല്ലാം ഒരു കുടക്കീഴിൽ നമുക്ക് കിട്ടാനുള്ള ഒരു അവസരമായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. ബേക്കറിക്കാർക്കാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് ഈ പ്രോഗ്രാം. ഇതിൽ ചെറുകിട മുതൽ വൻകിടക്കാർക്ക് പോലും പ്രയോജനകരമാവുന്നതാണ്. ഇതൊരു ബിനീഷ്, ബേക്കേഴ്സ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ ഒരു ഏറ്റവും വലിയ എക്സ്പോ ഇവിടെ നടക്കുന്നത്. അതിൽ നമ്മളൊരു 200-250 സ്റ്റാളുകളൊക്കെ ഉണ്ട്. നമ്മളൊരു 20,000 വിസിറ്റേഴ്സ് ആണ് 3 ദിവസം കൊണ്ട് പ്രതീക്ഷിക്കുന്നത്. 13, 14, 15 3 ദിവസത്തെ പ്രോഗ്രാമാണ്. തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്റ്റാളുകളാണ്. അവിടെ വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള ബണ്ണ് പോലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കാണാം. എനിക്കിതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേരുകൾ പറയാൻ അറിയാത്തതിനാൽ, ചോദിച്ചു മനസ്സിലാക്കാൻ സാഹചര്യം ലഭിക്കാത്തതിനാൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അങ്ങനെ മെയിൻ എൻട്രൻസിലൂടെ അകത്ത് കടന്നു. വളരെ മനോഹരമായ ലൈറ്റിങ്സും ഡിസ്പ്ലേയും അണിനിരത്തിക്കൊണ്ടുള്ള കാഴ്ചകളാണ് തുടക്കത്തിൽ. അതുപോലെ മെഷീനറീസിന്റെ വിപുലമായ കളക്ഷൻ ഒരുക്കിക്കൊണ്ട് മറ്റ് പല സ്റ്റാളുകളും ഇവിടെ ഉണ്ടായിരുന്നു. ഒറ്റത്തവണ 1 കിലോ മുതൽ 100 കിലോ വരെ മിക്സ് ചെയ്യാവുന്ന പല സൈസിലുള്ള മിക്സിംഗ് യന്ത്രങ്ങൾ കൗതുകമായിരുന്നു. ഞാൻ ഇന്നുവരെ കാണാത്ത സമോസ ഷീറ്റ് മേക്കിംഗ് മെഷീനും അവിടെ ഉണ്ടായിരുന്നു. വിവിധ തരം ബ്രെഡ് കട്ടിംഗ് മെഷീനുകൾ, ഷവർമ മെഷീനുകൾ നമുക്കിവിടെ കാണാമായിരുന്നു. അതിനു പുറമെ പല പല ഫുഡ് ബ്രാൻഡുകളുടെ സ്റ്റാളുകളും മറ്റൊരു വിശേഷമാണ്. വളരെ മനോഹരവും ആകർഷകവുമായ രീതിയിലാണ് ഓരോ സ്റ്റാളുകളും ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എത്ര സമയം ഇവിടെ ചെലവഴിച്ചാൽ നമുക്ക് ബോറിംഗ് ആയിരുന്നില്ല. റെഡി ടു ഈറ്റ് ഫുഡും നിരവധി ഉണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങും കപ്പയും സവാളയും വരെ അരിയുന്ന മെഷീനുകൾ ഇവിടെ മറ്റൊരു കാഴ്ചയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ഡമ്മി ഐസ്ക്രീം എക്സിബിഷനിലെ ഒരു പ്രധാന കാഴ്ചയാണ്. എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം ഇവിടെയുള്ള ചോക്ലേറ്റുകളുടെ കളക്ഷനാണ്. നിരവധി നിറത്തിലും രൂപത്തിലും വായിൽ വെള്ളം ഊറുന്ന സ്ഥിതിയിലായിരുന്നു
അവയുടെ പ്രദർശനം. വിവിധതരം കേക്കുകളുടെ ഡിസ്പ്ലേക്കും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. മെഷീനറീസ് തന്നെയാണ് ഇവിടുത്തെ പ്രധാന താരം. നമ്മളെ മുഴുവനോടെ കയറ്റി നിർത്തി ബേക്ക് ചെയ്യാവുന്ന സൈസിലുള്ള മെഷീനറികൾ വരെ അവിടെ കാണാനായി. ഇവിടെയുള്ള പല മെഷീനറീസും കണ്ടറിവ് പോലും പോയിട്ട് കേട്ട് കേൾവി പോലും ഇല്ല. ബേക്കറിയിലേക്ക് ആവശ്യമുള്ള സേഫ്റ്റി ഐറ്റംസും മറ്റൊരു പ്രധാന ഘടകമായിരുന്നു. എക്സ്പോയിലെ തിരക്ക് കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റാതെ പോയി. എന്നിരുന്നാലും കാഴ്ചകൾ ഒട്ടും മടിപ്പിക്കുന്നതായിരുന്നില്ല. ഇതിൽ പ്രദർശനത്തിന് വച്ചിട്ടുള്ള ചില പ്രത്യേക തരം മെഷീനറീസിന്റെ വിശദ വിവരങ്ങളുമായി മറ്റു ദിവസങ്ങളിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിന്റെ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി വീഡിയോ ഫോളോ ചെയ്യാനും മറക്കരുത്. വിവിധ തര റാക്കുകൾ മറ്റു സവിശേഷതയാണ്. പലതരത്തിലുള്ള മിക്സികളും അവിടെ ഉണ്ടായിരുന്നു. മെഷീനറീസ് തന്നെ നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത അത്രയും കളക്ഷനാണ് ഉണ്ടായിരുന്നത്. പല സ്റ്റാളുകളുടെയും ഫുഡ് സാമ്പിളുകളും അവിടെ കൗണ്ടറിൽ നിർത്തിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ രുചിച്ചു നോക്കാവുന്നതുമാണ്. നിരവധി തരത്തിലുള്ള പാക്കിംഗ് മെഷീനുകളും മറ്റൊരു അനുഭവം തന്നെയായിരുന്നു. ഗ്രിൽ ചിക്കൻ മെഷീൻസും നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇവിടെയുള്ള ഭൂരിഭാഗം മെഷീനറീസും ഫുള്ളി പ്രോഗ്രാംഡും ഓട്ടോമാറ്റിക്കും ആയിരുന്നു. എല്ലാം പുതിയ തരം ടെക്നോളജീസ്. റോ മെറ്റീരിയൽസ് മുതൽ പാക്കിംഗ് മെറ്റീരിയൽസ് വരെ അണിനിരത്തിക്കൊണ്ടുള്ള ഈ ഒരു എക്സ്പോ വളരെയധികം വ്യത്യാസമായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ.
ഒരു ബേക്കറിയിലേക്ക് ആവശ്യമുള്ള വിവിധ തരം റാക്കുകളുടെയും ഫ്രീസറുകളുടെയും ഒട്ടനവധി കളക്ഷൻസുകൾ ഈ എക്സ്പോയുടെ മറ്റൊരു പ്രധാന ഘടകമായിരുന്നു. ലൈവ് കുക്കിംഗ് ഇവിടെ ഉണ്ടായിരുന്നു. കേക്ക് നിർമ്മാണത്തിന് ആവശ്യമുള്ള പാക്കിംഗ് ബോക്സുകളും ബേസ് പാഡുകളും മറ്റൊരു പ്രധാന കാഴ്ചയായിരുന്നു. ഒട്ടനവധി പുതിയ അറിവുകളുടെയും പുതിയ ടെക്നോളജികളുടെയും ഒരു വലിയ അനുഭവ കൂടാരം തന്നെയായിരുന്നു ഈ ഒരു ബേക്കിംഗ് എക്സ്പോ. പേപ്പർ പ്ലേറ്റുകൾ, ഫർണിച്ചർ സ്റ്റാളുകൾ വരെ ഈ ഒരു എക്സ്പോയുടെ ഭാഗമാണ്. ബയോബിന്നുകൾ, അങ്ങനെ നിരവധി ടെക്നോളജികളും അറിവുകളും കാഴ്ചകളുമായി ഈ എക്സ്പോ നേരിട്ട് കാണുവാൻ നിങ്ങൾക്ക് ഒക്ടോബർ 15 ഞായറാഴ്ച വരെ മാത്രമാണ് സമയമുള്ളത്. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് എത്താനായി ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്.